ഹലോ ആൻഡ് വെൽക്കം ടു ചാനൽ 5+. ഞാൻ പത്മനാഭൻ. വയനാട് ചൂരൽമലയുടെ ദുരന്തത്തെക്കുറിച്ചും വലിയ ദുരന്തമാകാൻ പോകുന്ന വയനാട് തുരങ്കപാതയെക്കുറിച്ചുമാണ് പറയാൻ പോകുന്നത്. സമീപകാല ചരിത്രത്തിൽ സമാനതകളില്ലാത്തതാണ് വയനാട്ടിലെ ചൂരൽമലയിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തം. 1900-ൽ പരം ജീവിതങ്ങളെ ഒറ്റയടിക്ക് കൊണ്ടുപോകാൻ കൊടും മഴയ്ക്ക് ഒറ്റ രാത്രി പോലും വേണ്ടി വന്നില്ല. ദുരന്തത്തിന്റെ ആഘാതം ലോകത്തെ ആകെ ഞെട്ടിച്ചു. ആഗോള മാധ്യമങ്ങളിൽ ഈ ദുരന്തം വലിയ വാർത്തയായി. ഔദ്യോഗിക പത്രക്കുറിപ്പിലൂടെയാണ് വൈറ്റ് ഹൗസ് ചൂരൽമല ദുരന്തത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയത്. ദുരിതം അനുഭവിക്കുന്നവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി പ്രസിഡന്റ് ബൈഡൻ പറഞ്ഞു. പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും അയച്ച സന്ദേശത്തിൽ വയനാട് ദുരന്തത്തിലുള്ള റഷ്യൻ ജനതയുടെ ദുഃഖം പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ രേഖപ്പെടുത്തി. നിരവധി ലോക നേതാക്കൾ കേരളത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നു. ഒരു തുള്ളി കണ്ണീരെങ്കിലും പൊഴിക്കാതെ ഒരു മനുഷ്യനും ചൂരൽമലയിൽ നിന്നുള്ള വാർത്ത ശ്രവിച്ചിട്ടില്ല. ദുരന്തത്തിന്റെ വാർത്ത പെയ്ത്ത് നിലച്ചിട്ടില്ല. വിശദാംശങ്ങൾ വേദനിപ്പിക്കുന്നതായതിനാൽ ആവർത്തിക്കുന്നില്ല. അത് വിരസവുമാകും. ചൂരൽമല ദുരന്തത്തിന്റെ കാരണം എന്താണെന്ന് അധികം ചെയ്യേണ്ടതില്ല. മനുഷ്യനിർമ്മിതമാണ് ഈ ദുരന്തമെന്നും അന്ന് പെയ്ത കൊടും മഴ ഉരുൾപൊട്ടലിന് ഒരു നിമിത്തമായി എന്നുമാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. മേപ്പാടി പഞ്ചായത്തിലെ ഈ പ്രദേശത്തിന് മലയിടിച്ചിൽ പുതുമയല്ല. 1984-ൽ ഇവിടെ അടുത്ത് അട്ടമലയിൽ ഉണ്ടായ വൻ മണ്ണിടിച്ചിലാണ് ഉരുൾപൊട്ടൽ എന്ന പ്രതിഭാസം കേരളത്തിൽ ചർച്ചയാക്കിയത്. 2019-ൽ മേപ്പാടി പുത്തുമലയിൽ വീണ്ടും ഉരുൾപൊട്ടി വൻ നാശനഷ്ടങ്ങളുണ്ടായി. അതോടെ ഈ പ്രദേശം ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലയായി പ്രഖ്യാപിച്ചു. ചെറിയ മണ്ണിടിച്ചിലുകൾ ഈ പ്രദേശത്ത് പതിവാണ്. മഴക്കാലമായാൽ എല്ലാവരും ജീവിക്കുന്നത് ഉരുൾപൊട്ടൽ ഭീതിയിലാണ്. ഉരുൾപൊട്ടി ഒരു നാട് മുഴുവൻ അപ്രത്യക്ഷമായ ചൂരൽമല മുണ്ടക്കൈ പ്രദേശം പശ്ചിമഘട്ടത്തിലെ അതീവ പരിസ്ഥിതി ലോല മേഖലകളിൽ പ്രധാനപ്പെട്ടതാണ് എന്ന് ഇന്ന് കുട്ടികൾക്ക് പോലും അറിയാം. വിശദീകരണങ്ങൾ അപ്രസക്തമായ വിഷയമാണിത്. ടൂറിസം പദ്ധതികളുടെയും ഖനനത്തിന്റെയും മറ്റും ഭാഗമായി അതിലോലമായ ഘടനയുള്ള ഈ മണ്ണിൽ നടക്കുന്ന കനത്ത ഇടപെടലുകൾ അതിനെ കൂടുതൽ ദുർബലമാക്കുന്നു എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. മേലിൽ ഇത്തരം ഇടപെടലുകൾ പരിമിതപ്പെടുത്തണമെന്ന് പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിന്റെ നേതൃത്വത്തിലുള്ള പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിരുന്നു. 13 വർഷം മുമ്പ് അതീവ ലോലമെന്ന് ചൂണ്ടിക്കാട്ടിയ 18 മേഖലകളിൽ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ദുരന്തഭൂമിയായ ചൂരൽമലയും മുണ്ടക്കൈയും. റെഡ് സോൺ എന്ന് പറയാം. ഖനനവും കനത്ത നിർമ്മാണങ്ങളും ഒന്നും ഇവിടെ പാടില്ല. ഈ നിർദ്ദേശം അവഗണിച്ച് വലിയൊരു നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാനിരിക്കെയാണ് പ്രകൃതി ആ പ്രദേശത്തെ ഒരു മരുപ്പറമ്പാക്കിയത്. ഭയാനകമായ ഒരു ശവക്കൂന ഇവിടെ തീർത്തത്. വയനാട് ചുരം റോഡിന് ബദലായി തുരങ്കപാതയാണ് ആ ഭീകര നിർമ്മാണം. താമരശ്ശേരിക്ക് അപ്പുറത്തെ പുതുപ്പാടിയിൽ നിന്ന് ആരംഭിച്ച് 9 മുടിപ്പിൻ വളവുകൾ താണ്ടി സമുദ്രനിരപ്പിൽ നിന്നും 700 മീറ്റർ ഉയരെയുള്ള ലക്കിടിയിൽ എത്തുന്ന വയനാട് ചുരം റോഡിന് പകരം താമരശ്ശേരിയുടെ പടിഞ്ഞാറൻ പ്രദേശമായ ആനക്കാംപൊയിലിൽ നിന്ന് പശ്ചിമഘട്ടം തുരന്ന് മേപ്പാടിയിലെ കള്ളാടിയിൽ അവസാനിക്കുന്ന തുരങ്കത്തിലൂടെ 2 ലൈൻ റോഡ് 9 കിലോമീറ്റർ ദൂരം വരും. ചുരം റോഡിലൂടെയുള്ള 42 കിലോമീറ്റർ ദൂരം 20 കുറയും. ബാംഗ്ലൂർ കോഴിക്കോട് ദൂരം കുറയുമെന്നാണ് ഒരു വാദം. 90 മിനിറ്റോളം യാത്രാ സമയം കുറയുമത്രേ. വയനാടിന് വൻ വളർച്ചയുണ്ടാകും. ചുരം റോഡിലെ ഗതാഗത സമ്മർദ്ദം അവസാനിക്കും. തുരങ്കത്തിന്റെ ഗുണങ്ങളെ കുറിച്ച് പ്രലോഭനങ്ങൾ ഒരുപാടാണ്. വിശദമായ പദ്ധതി രേഖയും പരിസ്ഥിതി ആഘാത പഠനവുമെല്ലാം കഴിഞ്ഞു. മുഖ്യമന്ത്രി പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനവും നിർവഹിച്ചു. എല്ലാം സാങ്കേതികമായാണെന്ന് മാത്രം. 2000-ൽ പരം കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. അത് 4 വരെയാകാം. കിഫ്ബി പണം മുടക്കും. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല. പൂർത്തിയാകുമ്പോൾ ദൈർഘ്യത്തിന്റെ കാര്യത്തിൽ രാജ്യത്തെ 3ാമത്തെ തുരങ്കമാകും വയനാട് തുരങ്കം. 3 വർഷം കൊണ്ട് തുരങ്കം ഗതാഗതത്തിന് തുറന്നു കൊടുക്കാമെന്ന പ്രതീക്ഷയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഇന്നത്തെ അവസ്ഥയിൽ.
അപ്പോഴാണ് അത് സംഭവിക്കുന്നത്. ഈ കൊടുംദുരന്തം ഒരു മുന്നറിയിപ്പ് പോലെ, ഒരു താക്കീത് പോലെ. തുരങ്കം അവസാനിക്കുന്ന കള്ളാടിക്കടുത്താണ് മലവെള്ളപ്പാച്ചിൽ തകർത്ത ദുരന്ത ഭൂമിയായ വെള്ളരിമല. ആരംഭിക്കുന്ന ആനക്കാമ്പൊയിൽ പ്രദേശവും അതീവ ലോല മേഖലയാണ്. മലയിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലം. കടന്നു പോകുന്നത് വളരെ സെൻസിറ്റീവായ, പാരിസ്ഥിതികമായി അതിലോലമായ പശ്ചിമഘട്ടത്തിലെ ചെമ്പ്രമല വെള്ളരിമല പ്രദേശം വഴി. ലക്ഷക്കണക്കിന് ചതുരശ്ര അടി പാറയാണ് തുരങ്കത്തിന് വേണ്ടി പൊട്ടിച്ചു നീക്കേണ്ടി വരിക. മണ്ണ് വേറെ നീക്കണം. ഇപ്പോൾ തന്നെ ദുർബലമായ ആ പ്രദേശത്തിന് ഈ തുരങ്ക നിർമ്മാണത്തിന്റെ ആഘാതം കയറാനാവുമോ? ഒരു വലിയ ചോദ്യമാണിത്. കൂട്ടൻ യന്ത്രങ്ങൾ, ചുരുങ്ങിയത് 3 വർഷമെങ്കിലും നിരന്തരം മണ്ണിന്റെ മടിയിൽ നടത്തുന്ന ഖനനത്തിന്റെ ആഘാതം എന്തായിരിക്കും? പാറക്കെട്ടുകൾ മണ്ണിനെ ഇളകാതെ നിർത്തുന്ന ബെൽറ്റ് ആണെന്നാണ് വിദഗ്ധർ പറയുന്നത്. ആ ആഘാതത്തിൽ മണ്ണിന് എന്താണ് സംഭവിക്കുക? ഇവിടെ കഴിയുന്ന മനുഷ്യരെ അതെങ്ങനെ ബാധിക്കും? ഒരു വലിയ പ്രദേശത്തിന്റെ നിലനിൽപ്പിനെ തന്നെയല്ലേ കേവലം മിനിറ്റുകൾ ലാഭിക്കാൻ വേണ്ടി നിർമ്മിക്കുന്ന ഈ തുരങ്കം ബാധിക്കുക? അപകടകരമായ മേഖല എന്ന് സർക്കാർ നിയോഗിച്ച പരിസ്ഥിതി പഠന സമിതി ശുപാർശ ചെയ്ത സ്ഥലത്ത് എങ്ങനെയാണ് അതിന് വിരുദ്ധമായി അത്യപകടകരമായ ഒരു പദ്ധതി, പരിസ്ഥിതി തകർക്കുന്ന ഒരു പദ്ധതി സർക്കാർ തന്നെ മുൻകൈയെടുത്ത് പണിയുക? അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നിരവധി തിരിച്ചടികൾ ഉണ്ടായെന്നതിലേക്ക് പ്രത്യേകിച്ചും ഒരുപാടുണ്ട് ചോദ്യങ്ങൾ, ഒരുപാടുണ്ട് ആശങ്കകൾ. പരിസ്ഥിതി പ്രശ്നങ്ങൾ മാറ്റി നിർത്തുക, സാഹചര്യങ്ങളും അറിവും നൽകുന്ന സാമാന്യ ബോധം ഇന്നത്തെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ തുരങ്ക നിർമ്മാണത്തെ ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല. മനോഹരവും സമ്പന്നവുമായ ഒരു വലിയ പ്രദേശം ഇല്ലാതാവുന്നതിന് അത് വഴിവെക്കും എന്ന് സാധാരണക്കാർക്ക് പോലും തോന്നുന്നിടത്താണ് ചൂരൽമലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ജൂലൈ 30-നുണ്ടായ മഹാദുരന്തത്തിന്റെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ദുരന്ത കാരണം പഠിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ സ്വപ്ന പദ്ധതിയാണ് ഈ തുരങ്കപാത. നേരിൽ കണ്ട ദുസ്വപ്നങ്ങളുടെ അനുഭവത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് വലിയ വിപത്തിലേക്ക് നയിക്കുന്ന നിർദ്ദിഷ്ട തുരങ്ക പദ്ധതി പിൻവലിക്കുന്നതിന് അദ്ദേഹം തയ്യാറാവുമോ? വയനാടിന് ഒരു ദുരന്തപാത വേണം. ഇന്നത്തെ അവസ്ഥയിൽ $1 മില്യൺ ചോദ്യമാണിത്. ജൂലൈ 30-ന് അർദ്ധരാത്രിയിൽ മണ്ണിനടിയിൽപ്പെട്ട് മരിച്ച മനുഷ്യർക്ക്, മരിച്ചു ജീവിക്കുന്ന അവരുടെ ബന്ധുക്കൾക്ക് നൽകാവുന്ന നീതിയാവും അപകടകരമാകുന്ന പരിസ്ഥിതി തകർച്ച പൂർണ്ണമായി മാറ്റുന്ന ഒരുപക്ഷെ ഈ മേഖലയെ, മേപ്പാടി മേഖലയെ ആകെ തന്നെ തുടച്ചു മാറ്റുന്ന വയനാട് തുരങ്കം നിർമ്മിക്കുകയാണെങ്കിൽ. അതുകൊണ്ട് വയനാട് തുരങ്കപാത വേണ്ടെന്ന് വെക്കുകയാണ് ഈ അനുഭവങ്ങളുടെ സാഹചര്യത്തിൽ, പശ്ചാത്തലത്തിൽ ചെയ്യേണ്ടത്. മറിച്ച് അതുമായി മുമ്പോട്ട് പോകുകയാണെങ്കിൽ ഇതൊരു തുരങ്കപാതയായി മാറും. കേവലം 30 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ ലാഭിക്കാൻ വേണ്ടി ഈ തുരങ്ക പദ്ധതിയുമായി മുമ്പോട്ട് പോകുകയാണെങ്കിൽ ജൂലൈ 30-ന് അർദ്ധരാത്രിയിൽ മണ്ണിനടിയിൽപ്പെട്ട മരിച്ച മനുഷ്യരോട്, മരിച്ചു ജീവിക്കുന്ന അവരുടെ ബന്ധുക്കളോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയാകുന്നത്. അങ്ങനെ ചെയ്യുന്നത് ജനാധിപത്യ കേരളത്തിന് ഭൂഷണമല്ല. അതുകൊണ്ട് കേരളം ഒന്നടങ്കം ആവശ്യപ്പെടേണ്ടിയിരിക്കുന്നു. വയനാട് തുരങ്കപാത വേണ്ടെന്ന് വെക്കണം. വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ തന്നെ അതിന് വേണ്ടി വന്നേക്കും. മറിച്ച് ഈ തുരങ്കപാതയുമായി മുമ്പോട്ട് പോവുകയാണെങ്കിൽ അത് വയനാടിന്റെ ദുരന്തത്തിലേക്കുള്ള മറ്റൊരു പാതയായി മാറും.